എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്രീം ചീസ് നമ്മൾ ശരിക്കും ബേക്ക് ചെയ്യാത്ത കേക്കിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഡിപ്പായിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡായിട്ടുമൊക്കെ നമുക്ക് അത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. സാധാരണ കടകളിലൊന്നും ഇത് കിട്ടാറില്ല. ഇനി കടകളിൽ കിട്ടിയാൽ തന്നെ ഇത് ഭയങ്കര വിലയുള്ളൊരു സാധനമാണ്. കുറച്ച് എക്സ്പെൻസീവാണ് ക്രീം ചീസ്. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ വേണം. ലോ ഫാറ്റോ അല്ലെങ്കിൽ സെമി സ്കിംഡ് ആയിട്ടുള്ള മിൽക്കോ ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം നല്ല തിക്കായിരിക്കണം, അതുപോലെ ക്രീമി ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് സാധനങ്ങൾ കൂടെ നമുക്ക് വേണം. ഒന്ന് നാരങ്ങയാണ്, നാരങ്ങ നീരാണ് വേണ്ടത്. നാരങ്ങ നീര് കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും രണ്ട് സാധനങ്ങൾ മതി നമുക്ക്. പാലും നാരങ്ങയും ഇത്രയും മതി നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് നമ്മൾ തിളച്ച് തൂവാനൊന്നും നോക്കണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് ഒരു 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണ്ടി വരും. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ ഫുൾ എടുക്കേണ്ടി വരും. അപ്പോൾ പാല് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കണം. വീണ്ടും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യണം. അങ്ങനെ ഫുൾ നാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും പാല് പിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ ഒരു തുണി കൂടെ ഇട്ടിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ഫൈനായിട്ടുള്ളൊരു അരിപ്പായതുകൊണ്ട് ഞാനിതിൽ നേരിട്ടങ്ങ് അരിച്ചെടുക്കുകയാണ്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇത് ഒരുപാടങ്ങ് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളം വന്ന് മാറാനായിട്ട് നിൽക്കണം, വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പനീറിൻ്റെ അതേ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ക്രീമി ചീസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ ഇതിന്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണിത് ക്രീം ചീസായി മാറുന്നത്. ഇതിപ്പോൾ പനീറിൻ്റെ അതേ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഇതിനി നമ്മൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചൂട് കുഴപ്പമില്ല. ചൂടോടുകൂടി തന്നെ ഒരു ലിറ്റിൽ വാം ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഏകദേശം ഒരു 30 to 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ ഇതിന് കിട്ടും. ഇതിപ്പം കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു അല്പം വെള്ളം, അതായത് 1 സ്പൂൺ വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു ചീസാണ് ക്രീം ചീസ്. ഇത് നമ്മൾക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാം, ബ്രെഡിലൊക്കെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ നേരത്ത് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. മാത്രമല്ല ഗ്രേവി ആയിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്കിത് 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്യാതെ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്, ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആകെ 2 സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം, പിന്നെ നാരങ്ങ നീരും വേണം. ഇനി നമുക്കിതിൽ കുറച്ച് ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവറും കൊടുക്കാം വേണമെങ്കിൽ. പക്ഷേ പ്ലെയിനായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സാധാരണ വേറെ ഒരുപാട് ഉപയോഗം ഇതുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഫ്ലേവർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജെറാനാസ് കിച്ചൻ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൻ. ബൈ ബൈ.